സഹായിക്കാനില്ലാത്ത എനിക്ക് വേണ്ടി ഇത്രയും നേരം. നന്ദി പറയാനാണ് ഉദ്ദേശമെങ്കിൽ വേഗം ആയിക്കോട്ടെ. നേരെ ഉരുട്ടി മഴ വരാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആ അല്ലെങ്കിൽ അത് വേണ്ട, സാഷ്ടാംഗം വീണിട്ട് എന്റെ കാല് പിടിച്ചാലും മതി. ഞാനെന്നാ പോട്ടെ. രാത്രിയായില്ലേ, ഒറ്റയ്ക്ക് പോകണ്ട. വിരോധിലേയും കയറിക്കോ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട. എന്റെ ബൈക്കിന്റെ പുറകെ കയറി എന്തെങ്കിലും സംഭവിക്കോ? ഈ ബൈക്കിന്റെ പുറകിലൊന്നും ഇരുന്നാ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അത് വേണ്ട. പോലീസുകാരേക്കാൾ സദാചാര പോലീസുള്ള നാടല്ലേ ഇത്. അവരെ പേടിച്ചിട്ടല്ല, എന്റെ അനിയത്തിമാരെ ഓർത്താ. ഒരാളുടെ ചോദ്യത്തിന് മുന്നിലും അവരെ തലകുനിക്കേണ്ടി വരരുത്. പോട്ടെ. ബാബുവേ, യെല്ലോ ഷെരിപ്പുണ്ടോ? ഉണ്ടല്ലോ, 2 പാക്കറ്റ് ഇതാ. തോട്ടത്തിൽ എലിയെ കൊണ്ട് രക്ഷയില്ല. ഞാൻ വിചാരിച്ച് സഹദേവന് കഴിക്കാനാണെന്ന്. അത്രയ്ക്ക് നാണക്കേടല്ലേ മരുമോള് വരുത്തി വെച്ചത്. മരുമോളോ? എടോ, എന്റെ മക്കൾ രണ്ടും കല്യാണം കഴിച്ചിട്ടില്ല. പെങ്ങളെ മക്കളെ അങ്ങനെ വിളിക്കാം, പഞ്ചരത്നം. നീ കാര്യം പറയടാ ഗോപി, എന്റെ പിള്ളേർ എന്ത് നാണക്കുണ്ടാക്കിയെന്ന? മോഷണം. ബസ്സിൽ കയറിയേ മാല പൊട്ടിച്ചു, മൂത്ത പെണ്ണ്. അനാവശ്യം പറയുന്നോടാ, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പിള്ളേരാണ്. കുറിച്ച് തോന്നിയ പറയുന്നത് എന്റെ മക്കളാണത്. അവൻ പറഞ്ഞ സത്യവാ, വിടവനെ. എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. ഇരിക്കായിരുന്നു ഞങ്ങളിവിടെ. അങ്ങോട്ട് വരാൻ ഇറങ്ങിയതാ ഞങ്ങള്. അഭിമന്യുവേട്ടൻ ഞങ്ങള് വരണ്ടാന്ന് കർശനമായിട്ട് പറഞ്ഞതുകൊണ്ടാ. മോളെ, ഒന്നുമില്ല മോളെ. എന്താ ഇത്? പുലിക്കുട്ടി നിന്ന് കരയുന്നോ? ചേച്ചി ഇങ്ങ് വന്നില്ലേ? പിന്നെന്താ? പോലീസുകാർ ഉപദ്രവിച്ചു ചേച്ചി? ഇല്ല, ഒരടി കിട്ടി, അത്രേ ഉള്ളൂ. ആരാ തല്ലിയ? ആരാ ചേച്ചി ചതിയിൽ പെടുത്തിയ? ആ സുധീഷ് മഞ്ചാടിയാണോ? അയാളൊന്നുമല്ല. പിന്നെ എന്താ ശരിക്കും സംഭവിച്ചേ? ഒക്കെ പറയാം, നിങ്ങൾ വാ. വാ. ചെറുപ്പം മുതലേ ഒരു കല്ല് പെൻസിൽ പോലും കൊടുത്തിട്ടേ ഉള്ളൂ അവള്, എടുത്തിട്ടില്ല. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയായാലും അമൃത മോഷ്ടിക്കില്ലെന്ന്. മതി പുകഴ്ത്തിയത്. കുറച്ചു മാസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു മക്കളോടുള്ളൊരു ചായ്വ്. അത് വേണ്ട. ഞാൻ കഴിഞ്ഞിട്ട് മതി ചന്ദ്രൻ ഈ ലോകത്ത് വേറെ ആരും. മനസ്സിലാവുന്നുണ്ടോ? ഓ, മനസ്സിലായേ. നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ,
എനിക്ക് വേറെ എന്തും ആരും. ഇങ്ങനെ കേൾക്കുന്നത് തന്നെ ഒരു സുഖ. കണ്ടോ, കറണ്ട് പാസ് ചെയ്തു. ഞാനുണ്ട് ചന്ദ്രന്. പക്ഷേ ഒരു കാര്യം, നിങ്ങളുടെ പിള്ളേരെ കുറിച്ച് എന്റെ അടുത്ത് മിണ്ടി പോരുത്. മോഷണ കേസിലല്ലെങ്കിൽ മാനം കെട്ട ഏതെങ്കിലും കേസില് പ്രതിയാക്കും ഞാൻ 5 എണ്ണത്തിനെയും. ചന്ദ്രൻ സകല സെന്റിമെന്റ്സും മാറ്റിവെച്ച് എന്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് മാത്രം വേണ്ടി. ഉണ്ടാവും. നീ ഇല്ലാതെ മറ്റൊരു ജീവിതം എനിക്കില്ല. മക്കളെയൊക്കെ ഞാൻ എന്നേ കളഞ്ഞതാ. മനസ്സിൽ നിന്ന് കളഞ്ഞാ മതി. നാട്ടുകാരുടെ ഇടയില് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കണ്ട. അങ്ങനെ ഉണ്ടായിപ്പോയാ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തു. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഒന്നും വേണ്ട. ചുമ്മാ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ നാളെ അവിടം വരെ നമുക്കൊന്ന് ചെല്ലാം. എത്ര കരുക്കൾ നീക്കിയിട്ടായാലും ഇപ്പൊ കോടികൾ വില വരുന്ന പഞ്ചരത്നം എന്റെ കൈവെള്ളയിൽ ഒതുങ്ങണം. എന്റേതാവണം. അത് കഴിഞ്ഞാ പിന്നെ പടിക്ക് പുറത്ത 5 എണ്ണവും. അമൃതേച്ചി, ദേ മാമ വന്നു. മക്കളെ എന്താ പറ്റിയേ? എന്താ? ഞാനിപ്പോഴാ കാര്യം അറിയുന്നേ. എന്താ മോളെ, എന്താ സംഭവിച്ചേ? ഒരു സ്ത്രീ മാല പൊട്ടിച്ച് എന്റെ ബാഗിലിട്ടു. ഞാൻ കട്ടെടുത്താണെന്ന് എല്ലാരും വിചാരിച്ചേ. ആ വിവരങ്ങളൊക്കെ മാമൻ അറിഞ്ഞു. സ്റ്റേഷനിൽ പോയിട്ടാ മാമൻ വരുന്നേ. ഇത്രയും നേരം ആദ്യമായിരുന്നു എന്റെ മനസ്സില്. ഇപ്പോഴാ ഒന്ന് സമാധാനം ആയേ. ഞാൻ പറഞ്ഞില്ലേ മോനെ, ഒരു തെറ്റും ചെയ്യില്ല എന്റെ അമൃതമോള്. കാള പെറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കുന്ന പോലെ ചുമ്മാ എന്തെങ്കിലും കേട്ടിട്ടെ ആരെയും തെറ്റുകാരായിട്ട് വിധിക്കരുത്. ആ, അതിന് എന്നെ കുറ്റപ്പെടുന്ന പറയുന്നത് എന്തിനാ? അമൃതേച്ചി തെറ്റൊന്നും ചെയ്യില്ലെന്ന് ഞാനും പറഞ്ഞല്ലേ. പറയാത്തവരും ഉണ്ടല്ലോ ഇവിടെ. ഇത്രയും കുഴപ്പങ്ങളുണ്ടായിട്ട് മാമനോടൊന്ന് വിളിച്ചു പറയാത്ത എന്താ? വിവരം അറിഞ്ഞപ്പോ ഞാൻ ആദ്യം വിളിച്ചത് മാമനെയാ. മാമൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഫോൺ എടുത്തത് മാമിയാ. എന്നിട്ട് ഇതുപോലത്തെ നാണം കെട്ട കാര്യത്തിന് സഹായിക്കാൻ ഇറങ്ങി തിരിച്ചാലേ അത് ഈ കുടുംബത്തിന് നാണക്കേടല്ലേ? മാമനോട് പറഞ്ഞില്ല അല്ലേ? ഇല്ല, സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല അവള്. പറഞ്ഞാ മാമൻ ഓടി വരുമെന്ന് മാമിക്കറിയാം. ചേച്ചി മോഷണ കേസിലല്ലേ പെട്ടത്. സഹായിക്കാൻ വന്ന് നാണക്കേട് വരുത്തി വെക്കണ്ടെന്ന് മാമി കരുതി കാണും. മറ്റാരെങ്ങനെ വിചാരിച്ചാലും മാമൻ അങ്ങനെ ചെയ്യില്ല മക്കളെ. എന്തൊക്കെ അനാവശ്യങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞത്. സ്വന്തം മക്കളെ കുറിച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയോ? എനിക്ക് പെൺമക്കളില്ല. അയ്യോ, ഉണ്ടാവാത്തത് നന്നായി. ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങളുടെ സ്വഭാവം എങ്ങാനും കിട്ടിപ്പോയിരുന്നെങ്കിൽ തീർന്നേനെ. എന്ത് പറഞ്ഞു വന്നാലും ഒടുവിൽ എന്നെ എന്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിക്കോളും. എടി, നിന്റെ ആങ്ങളെ പോലെ കള്ളം കുടിച്ച് 2-3 കെട്ടി കുടുംബം നോക്കാതെ നടന്നിട്ടില്ല ഞങ്ങളാരും. എന്റെ ഏട്ടൻ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരിക്കലും ന്യായീകരിച്ചിട്ടുമില്ല. പക്ഷേ ആ മക്കളെ കുറ്റം പറയരുത്. അവര് നല്ല കുട്ടികളാ. അല്ല, അതിപ്പം പോലീസുകാർക്ക് വരെ ബോധ്യപ്പെട്ടില്ലേ? വല്ലാതെ സങ്കടപ്പെട്ടില്ല എന്റെ മോള്. അതൊന്നും ഓർത്തിന് വിഷമിക്കണ്ട മാമ. എന്തോ ഒരു സമയദോഷത്തിന് അങ്ങനെയൊക്കെ സംഭവിച്ചു. വല്ലാതെ കഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. ഭാഗ്യമല്ല മോളെ, എന്റെ രേണുകയുടെ ആത്മാവിന്റെ കടാക്ഷം അത്. കൂടെ ഉണ്ടവള് നിങ്ങൾക്ക് കരുതലായി. എനിക്കറിയാതെ. മാമ വാ, അകത്തിരിക്കാം. കുടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട മോളെ. മാമൻ ഇറങ്ങുക. ചെന്ന് അമ്പിയോട് 2 വർത്താനം പറയാതെ ശരിയാവില്ല. മാമ, ഇനി മാമിയോട് വഴക്കിനൊന്നും നിൽക്കണ്ട. വിരോധം ഞങ്ങളോടാവും. അത് മക്കളെ, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളടുത്തുണ്ടല്ലോ. ആ സ്ഥിതിക്ക് 2 വർത്താനം വേണ്ടെന്ന് വെക്കുന്നില്ല ഞാൻ. ഇറങ്ങട്ടെ.
ഈ ബൈക്കിന്റെ പുറകിലൊന്നും ഇരുന്നാ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അത് വേണ്ട. പോലീസുകാരേക്കാൾ സദാചാര പോലീസുള്ള നാടല്ലേ ഇത്. അവരെ പേടിച്ചിട്ടല്ല, എന്റെ അനിയത്തിമാരെ ഓർത്താ. അതാണ് പെണ്ണ്. അതായിരിക്കണം ഒരു നല്ല പെണ്ണിന്റെ ക്യാരക്ടർ. ഹലോ മിസ്റ്റർ അഭിമന്യു, അപ്പൊ അങ്ങനെ ആയിരിക്കണം പെണ്ണിന്റെ ക്യാരക്ടർ അല്ലേ? അപ്പൊ അനിയത്തിയായ എന്റെ ക്യാരക്ടർ ഒട്ടും കൊള്ളില്ല അല്ലേ? അതിനും ഞാനൊന്നും പറഞ്ഞില്ല. ഒന്ന് ചുമ്മാതിരി മോനെ, തനിച്ചിരുന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. അത് ഞാനിങ്ങനെ വെറുതെ ഒന്നുമല്ല, ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് പോക്ക്? ഉരുളല്ലേ, ഈ തന്നെ ഇരുന്ന് സംസാരിക്കുന്നതും എന്തോർത്ത് ചിരിക്കുന്നതും ഒക്കെ എന്തിന്റെ ലക്ഷണമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് പോടി അവിടുന്ന്. അവളുടെ ഒരു പിടിച്ചു വലിക്കുന്നോ? സത്യം പറ, അവളല്ലേ അഭിയേട്ടന്റെ മനസ്സില്? ആര്? ആ പഞ്ചരത്നം, ഏറ്റവും മൂത്ത രത്നം. നീ പറഞ്ഞത് ശരിയാ. ഇന്നെന്തോ അമൃത അവിടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെയൊന്നുമില്ലടി. നിനക്ക് എന്നെ അറിയില്ലേ? പെമ്പിള്ളവരോട് കൊഞ്ചാനും കുഴയാനും പഞ്ചാര വർത്താനം പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എന്നാലും അവളോടൊരു ഇഷ്ടമുണ്ട് ഏട്ടന്. ആരോടാടാ നിനക്കിഷ്ടം? അമ്മേ, ഈ ഏട്ടൻ കൈവിട്ട് പോയെന്നാ തോന്നുന്നേ. മനസ്സ് നിറച്ച അവളാണിപ്പോ. ആ അമൃത, പഞ്ചരത്നം. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഇവിടെ ഒറ്റയ്ക്കിരുന്നേ തന്നെത്താനെ ഓരോന്ന് പറയാ അവളെ കുറിച്ച്. ആണോടാ? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കൂട്ടിരുന്നു പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. കൂട്ടിരുന്നത് സഹതാപം കൊണ്ട് തന്നെ. ആശ്രയിക്കാൻ ആരുമില്ലാത്ത പെൺകുട്ടികളല്ലേ അവര്. ഒരു മനുഷ്യത്വം കാണിച്ചെന്നേ ഉള്ളൂ. അതെ. എന്താടി? സംരക്ഷണം ഏറ്റെടുത്തപ്പോ അവൾക്കും ഒരു അടുപ്പം തോന്നിയിട്ടുണ്ടാവും. നീ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കണ്ട. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏട്ടന് സമ്മതമാണോ? എന്തിന്? എന്തോന്നാടി ഇത്? ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുകൂടിയില്ല. നല്ല കുട്ടിയാണെങ്കിൽ നമുക്ക് ആലോചിക്കാടാ. അമ്മ വെറുതെ ഇവള് പറയുന്ന കേട്ടോണ്ട് അത് ശരി ഒരു മനുഷ്യനെ വെറുതെ പ്രലോഭിപ്പിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിപ്പോയി. ഇങ്ങനെയൊക്കെയാ ഒരു തെറ്റും ചെയ്യാത്ത ചിലരൊക്കെ ശിക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടൊക്കെ വളരെ സൂക്ഷിക്കണം മോളെ. ഇപ്പോഴത്തെക്കാൾ കരുതലോടെ വേണം ജീവിക്കാൻ. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എന്നുവെച്ച് ആൾക്കാരോട് ഇടപെടാതെ ജീവിക്കാൻ പറ്റുമോ ചേച്ചി? അവസരം മുതലെടുക്കുന്ന മൃഗങ്ങളാണ് ഏറെയും. വൃത്തികെട്ടവൻ. എന്തുപറ്റി? ആരെക്കുറിച്ചാ നീ സംസാരിക്കുന്നത്? എന്റെ ഹോസ്പിറ്റലിലെ ആ വൃത്തികെട്ടവനുണ്ടല്ലോ, ഡോക്ടർ മൈക്കിൾ തരകൻ. അയാളെ കുറിച്ച് തന്നെ. വക്കീലിനെ കാണണോ പോലീസ് സ്റ്റേഷനിലേക്ക് പോണോ ഒന്നും നിശ്ചയില്ലാതെ നിന്നപ്പോ അയാളുടെ സഹായം ചോദിച്ചു പോയി. ഞാൻ അയാളുടെ ഇഷ്ടത്തിന് നിന്നു കൊടുത്ത എന്തും ചെയ്തു തരാന്ന് പോലും. ചേച്ചി ചോദിക്കാനും പറയണമെന്നും പോണ്ട. നല്ലത് കൊടുത്തിട്ടുണ്ട് ഞാൻ അയാൾക്ക്. ആ സ്ഥാനത്താ നമ്മൾ അഭിമന്യുവിന്റെ വലിപ്പം മനസ്സിലാക്കേണ്ടത്. കാര്യം ഇവിടെ കയറി വന്ന് കണ്ണി കണ്ടനൊക്കെ കുറ്റം പറയുമെങ്കിലും ഒരാവശ്യം വന്നപ്പോ അയാൾ അങ്ങേയറ്റം ഉപകരിച്ചു. ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെയാ അയാൾ സ്റ്റേഷനിൽ വന്നതും ചേച്ചി കണ്ടതും ഒക്കെ. ആപത്ത് സമയത്താ നമ്മൾ ശരിക്കും മനുഷ്യരെ തിരിച്ചറിയുന്നതും മനുഷ്യത്വം എന്താണെന്ന് അറിയുന്നതും. അഭിമന്യു അങ്ങനെ സ്റ്റേഷനിൽ എത്തിയില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ചേച്ചിയുടെ അവസ്ഥ? വന്നെന്ന് മാത്രമല്ല, എന്നെ ഒറ്റയ്ക്കാക്കാതെ ആ നേരം മുഴുവൻ സ്റ്റേഷനിൽ കൂട്ടിരുന്നില്ലേ? വക്കീലിനെ കൊണ്ടുവന്നില്ലേ? ഒരു നേട്ടവും പ്രതീക്ഷിച്ചല്ലത്. നീ പറഞ്ഞ ഡോക്ടറെ പോലെ ശരീരത്തിൽ കണ്ണുവച്ചില്ലല്ലോ. നമ്മൾ കരുതിയതുപോലെയല്ല. ഒരു നല്ല മനുഷ്യനാ അഭിമന്യു. പക്ഷേ നമ്മളത് തിരിച്ചറിയാൻ വൈകി. എന്റെ പിള്ളേരെന്നെ വിളിച്ചിട്ട് നീ എന്നെ അറിയിച്ചില്ല അല്ലടി? നിങ്ങളുടെ പിള്ളേര് വിളിച്ചില്ലല്ലോ, പെങ്ങടെ മക്കളല്ലേ വിളിച്ചത്. എനിക്കൊരു മക്കളെ പോലെ തന്നെയാ. അവർ വിളിച്ച ആ നിമിഷം ഞാൻ ഓടി ചെല്ലുകയും ചെയ്യും, എന്താവശ്യത്തിനും. അതുകൊണ്ട് തന്നെയാ പറയാത്തത്. അങ്ങനെ ഓടി ചെല്ലേണ്ട ഒരു കാര്യവുമില്ല. എന്നാലും ഇങ്ങോട്ടൊന്ന് കോള് പോലും എന്റെ ഫോണിൽ നിന്ന് മാച്ചു കളഞ്ഞല്ലോടി നീ. എന്തൊരു ദുഷ്ട മനസ്സാ നിന്റേത്. ഞാൻ അങ്ങനെ ദുഷ്ടതയൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ പോയി ഇടപെട്ട നാണക്കേടാവുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നി.
അതുകൊണ്ട് തന്നെയാ പറയാതിരുന്നതും ഫോണിൽ നിന്ന് നമ്പർ ഡിലീറ്റ് ചെയ്തതും. എന്തായാലും എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ മാമനെ പറഞ്ഞ് കേൾപ്പിച്ചല്ലോ. പെൺപിള്ളേര് ഭയങ്കരികള് തന്നെ. ഒരു ഭയങ്കരത്വം ഇല്ല. അവരങ്ങനെ ഇല്ലാത്തൊന്നും പറഞ്ഞു കേൾപ്പിക്കുന്ന പിള്ളേരും അല്ല. എന്തായാലും മോഷണ കേസിൽ പിടിച്ച് കള്ളപ്പേര് കേട്ടില്ലേ? ആ നാണക്കേട് മാറില്ലല്ലോ. നീ ഇനി എന്തു പറഞ്ഞാലും ശരി, അവര് പറയുന്നത് ഞാൻ വിശ്വസിക്കും. അവരുടെ കാര്യത്തിലൊന്നും നീ മേലാൽ ഇടപെടാതിരുന്നാൽ മാത്രം മതി, കേട്ടല്ലോ? അവരുടെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ചില അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും എനിക്കുണ്ട്. അത് മറന്ന് നിങ്ങൾ എന്ത് ചെയ്താലും അതെന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. അല്ലേലും ചില സമയത്തെ നിനക്ക് തലയ്ക്കൊരു ഓളമുണ്ട്. അത്തരം ഓളമൂത്ത് മേലാൽ എന്റെ ഫോണിൽ തൊട്ടുപോകരുത്, പറഞ്ഞേക്കോ ഞാൻ. ഫിഫ്ത് ബ്ലോക്ക് കൂടെ ഉണ്ട് ഡോക്ടർ. അവിടെ എന്റെ 2 പേഷ്യൻസ് അല്ലേ ഉള്ളൂ. ഇന്നിനി എനിക്ക് വയ്യടോ. ഡോക്ടർ തോമസിനോടെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ. ശരി ഡോക്ടർ. സിസ്റ്ററെ, കല്ലാറിലെ ഞാനൊരു കോട്ടേജ് വാങ്ങിച്ചിട്ടുണ്ട്. സൂസം ഫ്രീ ആണെങ്കിൽ വൈകിട്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. വെറുതെ കോട്ടേജും പരിസരമൊക്കെ ഒന്ന് കാണാന്നേ. ഇപ്പൊ മഴ സീസൺ അല്ലേ, വല്ലാത്ത തണുപ്പാ അവിടെ. ചേച്ചിയെ കേസില്ലാതെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലേ? ഞാൻ വിചാരിച്ചത് റിമാൻഡ് ചെയ്യുന്ന. കുറ്റം ചെയ്യാത്തവര് ശിക്ഷിക്കപ്പെടില്ല ഡോക്ടർ. സത്യസന്ധരായവർക്ക് ഈശ്വരനെ വഴികാട്ടി. ദൈവത്തിന്റെ വഴിക്ക് രക്ഷപ്പെടുത്താൻ എന്തു കൊടുത്തു നീ പോലീസുകാർക്ക്? ഇത്തരം അനാവശ്യ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാറില്ല. എന്റെ സംസ്കാരം അതല്ല. സംസ്കാരമൊക്കെ വെറും പുകമറയണനൊക്കെ. നിവൃത്തികേട് വന്ന സംസ്കാരമൊക്കെ അങ്ങ് മറക്കും. അത്തരം സ്ത്രീകളെ ഡോക്ടർ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ പെടില്ല ഞങ്ങള്. അതെനിക്കറിയാം. പ്രത്യേകിച്ചും അനഘ കാര്യഗൗരവം ഇത്തിരി കൂടുതലുള്ള കൂട്ടത്തിലെ പെൺകുട്ടിയാ. അതല്ലേ എത്ര അവഗണിച്ചിട്ടും എനിക്ക് അനഘയോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരുന്നത്. ഞാൻ പോട്ടെ ഡോക്ടർ. അനഘ, കല്ലാറിലെ ഞാനൊരു കോട്ടേജ് വാങ്ങിച്ചിട്ടുണ്ട്. മനോഹരമായ പ്രകൃതി അനുഗ്രഹിച്ച സ്ഥലമാ. അനഘ ഫ്രീ ആണെങ്കിൽ നമുക്ക് അവിടെ വരെ ഒരു ട്രിപ്പ് പോയാലോ? വെറുതെ കോട്ടേജും പരിസരമൊക്കെ ഒന്ന് കാണാം, അത്രയേ ഉള്ളൂ. മഴക്കാലം അല്ലേ, കമ്പിളി പുതയ്ക്കാൻ മാത്രം തണുപ്പുണ്ടവിടെ. പോയേക്കാൻ ഡോക്ടർ. കാര്യമായിട്ട് പറയണോ? പിന്നല്ലാതെ പോ. കൂടെ ഡോക്ടറുടെ ഭാര്യയും മോളെയും കൂടി ഒന്ന് വിളിച്ചോ. എനിക്കൊരു കൂട്ടാവുമല്ലോ. ഒരുപാട് തണുപ്പത്ത് ഇറങ്ങി നിൽക്കല്ലേ ഡോക്ടറെ. ചിലപ്പോഴേ ബ്ലഡ് ക്ലോട്ടാവും. നീണ്ടു നിവർന്ന മരക്കഷ്ണം പോലെ വിറങ്ങലിച്ച് കിടക്കുമ്പോ പുതയ്ക്കാൻ കമ്പിളി വേണ്ടി വരില്ല. വെള്ള പുതച്ച് കിടക്കുമ്പോ എന്തിനാ കമ്പിളി? ഹായ് ചേട്ടാ. എന്താ പതിവില്ലാത്തൊരു ഹായ് പറച്ചിൽ? അല്ല, ഒരു മര്യാദ. ഇതുവരെ ഇല്ലാത്ത മര്യാദയൊന്നും ഇനി കാണിക്കാൻ നിൽക്കണ്ട. മോള് പോയി ക്യാഷിലിരിക്കെ. ചെല്ല് ചെല്ല് ചെല്ല്.
വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഞാൻ. ആണോ? ഇത് നേരത്തെ അറിഞ്ഞത് ഞാൻ വരായിരുന്നേനെ. കഴിക്കല്ലേ? ആ, കഴിക്കാതെ പിന്നെ. ഇത് കാഴ്ച ബംഗ്ലാവൊന്നുമല്ലോ, ഹോട്ടൽ പഞ്ചരത്നം ആണല്ലോ. അതിരെ ഇവിടെ അല്ലേ ഇട. അഖിലേ, ഇന്നത്തെ ക്യാഷിന്നൊരു 10,000 രൂപ മാറ്റി വെച്ചേക്കണേ. പച്ചക്കറി മാർക്കറ്റിൽ കൊടുത്തുവിടാനാ. അല്ല ചേച്ചി, ഇയാൾ എന്തൊരു മനുഷ്യനാ. ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഗുണത്തിനും പറ്റില്ല, ദോഷത്തിനും പറ്റില്ല. വെറുതെ അടി. ആതിര പറഞ്ഞ പോലെ അയാളുടെ ഒരു രീതി അത്. ഒന്നും മനസ്സിൽ വെച്ച് പറയുന്നതല്ലത്. ഇന്നലെ ചേച്ചിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? മോളെ, ആഹാരം കഴിക്കുമ്പോ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കരുത്. വായും തുപ്പലെറിയും. ഇന്നും ചോറ് വന്നിട്ടില്ലല്ലോ. കഴിച്ചിട്ട് പോയവരൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്റെ കുറ്റമല്ല. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനിയും എന്താ പടച്ചോറായിപ്പോ. അതിന് സാമ്പാറിൽ കായത്തിന്റെ അളവ് കൂടുതലാണ്. അതിന് സാമ്പാർ കഴിച്ചില്ലല്ലോ. മണം കേട്ടാ എനിക്കറിയാൻ പറ്റും. എന്തു കുറ്റം വേണേലും പറഞ്ഞോ. ഞങ്ങള് വഴക്കുണ്ടാക്കണ്ടെന്ന് തീരുമാനിച്ചു. ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല. ആതിരെ, ഇവിടെ നിന്നാലേ നോക്കി കൊതിയൂറിയെന്നും പറഞ്ഞ് അതിനും കേൾക്കേണ്ടി വരും. May I? Yes. ഇന്നലെ രാത്രി അഡ്മിറ്റ് ആയി അല്ലേ? ആ, അതെ. താങ്ക്സ്. എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്? 2 ദിവസമായി. ആദ്യം അത്ര കാര്യാക്കില്ല, കൂടിയപ്പോഴെങ്ങോട്ട് പോന്നേ. ഒരു ഇഞ്ചക്ഷൻ കൂടിയുണ്ട്. ഇന്നലെ രാത്രിയിൽ വന്ന സിസ്റ്റർ ഇഞ്ചക്ഷൻ നിന്ന് പേടിപ്പിച്ചു കളഞ്ഞു. അവരുടെ മുഖം പോലെ തന്നെ ഭീകരായിരുന്നു, സൂചി കൊണ്ടുള്ള കുത്തും. പക്ഷേ ഈ മുഖം കണ്ടിട്ട് എനിക്കത്ര പേടിയൊന്നും തോന്നുന്നില്ല. ടീഷർട്ടിന് കൈ ഒരു അല്പം മാറ്റിക്കേ. വേദനിപ്പിക്കോ? എന്തായാലും ഇന്നലെ രാത്രിയിലത്തെ അത്ര ഭീകരമായിരിക്കില്ല, ഉറപ്പ്.